Hello everyone, welcome back to Salem Learning. It's me Jamshad. ഇന്ന് എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്നുള്ള ഈ ഒരു ചാപ്റ്ററിലെ കംപ്ലീറ്റ് നമ്മുടെ ടെക്സ്റ്റൈൽ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ആദ്യം തന്നെ ഇൻ കേസ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ധാരാളം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ റസ്കിംഗ് ബോർഡിന്റെ കിടിലൻ ചാപ്റ്റർ ആണ് ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്നുള്ളത്. ഇതിലെ ടെക്സ്റ്റൈൽ ആക്ടിവിറ്റീസ് ആക്ച്വലി നമ്മൾ ടെക്സ്റ്റിലൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സൈഡിലൂടെ ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ആ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, why couldn't Granny see properly through her glasses? എന്തുകൊണ്ട് നമ്മുടെ ഗ്രാനിക്ക് ഗ്ലാസ്സിലൂടെ കാണാൻ കഴിഞ്ഞില്ല ഗൈസ്? ഗ്ലാസ്സിലൂടെ കാണാൻ കഴിയാത്തതിന് കാരണം എന്താണ്? സിമ്പിൾ കാരണം, ബിക്കോസ് ഗ്ലാസസ് were too old. അവളുടെ ഗ്ലാസസ് എന്തായിരുന്നു? പഴയതായിരുന്നു, സ്ക്രാച്ചഡ് ആയിരുന്നു, കുറേ സ്ക്രാച്ചുകളൊക്കെ വീണിട്ടുണ്ട്. ആൻഡ് her eyes had grown weaker. കണ്ണൊക്കെ എന്തായിട്ടുണ്ട്? വീക്കർ ആയി പോയിട്ടുണ്ട് ഗൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why didn't Granny want to be parted from money? മണിയിൽ നിന്ന് why didn't Granny want to be parted from money? മണിയിൽ നിന്നും എന്തുകൊണ്ട് ഗ്രാനിക്ക് വിട്ടു നിൽക്കണ്ട? ഗ്രാനി മസൂരിയിലേക്ക് പോയി കഴിഞ്ഞാൽ മണിയുടെ കൂടെ മണി ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. ഓക്കെ, ബിക്കോസ് ഷീസ് loved money and had raised him since he was a baby. അവൻ കുട്ടിയായിരുന്നപ്പോൾ അവനെ വളർത്തിയതാണ്. അതുപോലെ തന്നെ ഗ്രാനിക്ക് ഈ മണിയെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് പിരിയണമെന്നില്ല. That's the reason. Do you think Granny was confident about walking to Nain? Give reasons. നെയിനിലേക്ക് നടന്നു പോവാൻ കോൺഫിഡന്റ് ആയിരുന്നു നമ്മുടെ ഗ്രാനി? കാരണം കണ്ടെത്തൂ. യെസ് ഗ്രാനി വാസ് കോൺഫിഡന്റ് ബിക്കോസ് ഷീ സെഡ്, അവൾ പറഞ്ഞിട്ടുണ്ട് കോൺഫിഡന്റ് ആയിരുന്നു. യെസ്, അത് മാത്രമല്ല അവൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ റീസൺ നോക്കിക്കോ. her legs were fine. കാലിന് പ്രശ്നമൊന്നുമില്ല. even if her eyes were weak. കണ്ണിന് പ്രശ്നം ഉണ്ടെങ്കിലും കാലിന് പ്രശ്നമില്ല. അത്രയ്ക്ക് കോൺഫിഡന്റ് ആയിരുന്നു നമ്മുടെ ഗ്രാനി. why does Mani's father call Granny's journey to Missouri a shopping trip? എന്തിനായിരുന്നു? അച്ഛൻ പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ മസൂരിയിലേക്ക് കണ്ണ് കാണിക്കാൻ പോകണോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകണോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അത് ചോദിക്കാൻ കാരണം? ബിക്കോസ് ഗ്രാനി പ്ലാൻ ടു ബൈ മെനി തിങ്സ് ബിസൈഡ് ഗെറ്റിംഗ് ഹർ ഐ ടെസ്റ്റ്. കണ്ണ് കാണിക്കുക അല്ലെങ്കിൽ കണ്ണ് ടെസ്റ്റ് ചെയ്യുക എന്നതിന് പുറമെ ധാരാളം കുറേ സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു ലിസ്റ്റ് സെറ്റ് ആക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ ചോദിച്ചു, ഇതെന്താ ഷോപ്പിംഗ് ട്രിപ്പ് ആണോ എന്ന് ചോദിച്ചു. why couldn't Mani keep up with Granny on the walk? നടക്കുന്ന സമയത്ത് ഗ്രാനിന്റെ കൂടെ ഓടിയെത്താൻ ആരും കഴിയുന്നില്ല. നമ്മുടെ മണിക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ നടന്നെത്താൻ പോലും നമ്മുടെ മണിക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട്? ബിക്കോസ് Mani stopped to pick and eat wild blackberries. ഇടക്കിടക്ക് വൈൽഡ് ബ്ലാക്ക്ബെറീസ് കാണുന്ന സമയത്ത് അത് പിന്നെ നിന്നിട്ട് അല്ലെങ്കിൽ അത് പിന്നെ അത് പ്ലക്ക് ചെയ്യാൻ പോകും, അല്ലാതെ അത് പറിച്ചെടുക്കാൻ പോകും, അത് തിന്നാൻ പോകും. ഗ്രാനി kept walking without stopping. ഗ്രാനി അവിടെ നിൽക്കോ? ഇല്ല, ഗ്രാനി അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഓക്കെ, ഇത് സെറ്റ് ആണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറന്ന ആൾക്കാർ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇതുപോലത്തെ ധാരാളം വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാൻഡ് സ്ലൈഡ്സ് ആർ ബിക്കമിങ് മോർ ഫ്രീക്വന്റ് നൗ. ഈ അടുത്ത കാലത്തൊക്കെ ലാൻഡ് സ്ലൈഡ് കുറെ കൂടുന്നുണ്ട്. ആറിന്റെ അങ്ങനെയല്ലേ? Make a list of recent natural calamities. പ്രകൃതി ദുരന്തങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക ഗൈസ്. ഡിസ്കസ് ദ പോസിബിലിറ്റീസ് കോസ് ഓഫ് ദിസ്. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഓക്കെ ഓക്കെ പോസിബിൾ കോസസ് ഓഫ് ദിസ്. ഇതുകൊണ്ടുണ്ടാകുന്ന സാധ്യത, എന്തൊക്കെ പ്രശ്നങ്ങളാണ് സാധ്യത ഉണ്ടാകുന്ന, എന്തൊക്കെ പ്രശ്നങ്ങൾക്കാണ് സാധ്യത ഉള്ളത് എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ നിങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞത്. അതിന് ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലഡ്സ്, എർത്ത്ക്വേക്ക്, ലാൻഡ്സ്ലൈഡ്, സൈക്ലോൺ, ഫോറസ്റ്റ് ഫയർ, ഡ്രോട്ട്സ്. ഇത് മാത്രമല്ല എറ്റ്സെട്ര കൊടുക്കാം. ഇതിന്റെ കൂടെ ധാരാളമുണ്ടോ, നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ സെറ്റ് ആക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംടൈംസ് ജേർണീസ് ആർ ഡിലേഡ് ഓൺ അക്കൗണ്ട് ഓഫ് ബ്രേക്ക് ഡൗൺസ് ഉണ്ടാകുന്ന സമയത്ത് യാത്രകൾ നമ്മുടെ ഡിലേ ആവാറുണ്ട്. അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരു സ്ഥലത്ത് എത്തേണ്ടതെടുത്ത് കറക്റ്റ് സമയത്ത് എത്തില്ല. നരേറ്റ് യുവർ എക്സ്പീരിയൻസ് ഓഫ് എനി ഓഫ് ദീസ്. ഇങ്ങനത്തെ ഏതെങ്കിലും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതും? ഞാനൊരു സപ്പോസ് ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. കണ്ടോ, ഒരു പിക്ചർ, ചുമ്മാ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. once we were traveling by train to visit my grandparents. ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയായിരുന്നു. suddenly the train stopped in the middle of the forest. കാടിന്റെ നടുവില് മരം വീണു ഗൈസ്, ബിക്കോസ് എ ബിഗ് ട്രീ ഹാഡ് fallen on the track after a storm. ഒരു കൊടുങ്കാറ്റ് കാരണം വലിയൊരു മരം വീണുണ്ടായിരുന്നു ട്രാക്കിലേക്ക്. We waited for hours as workers clear the tree. ഈ വർക്കേഴ്സ് ഒക്കെ ഈ ഒരു മരം ക്ലിയർ ചെയ്യാൻ വേണ്ടി മണിക്കൂറുകൾ എടുത്തു. It was hot and tiring. നിങ്ങൾ ഭയങ്കര എന്തായിരുന്നു, ക്ഷീണിച്ചിട്ടുണ്ട്, ഭയങ്കര ചൂടായിരുന്നു. But we passed the time by sharing snacks and stories with other passengers. മറ്റുള്ളവരോടുമായിട്ട് നമ്മുടെ സ്നാക്സ് പാസ് ചെയ്തു, വെള്ളം കൊടുത്തു, ഞങ്ങൾ കഥ പറഞ്ഞിരുന്നു, പരിചയപ്പെട്ടു, അങ്ങനെ സമയം പോയി. Though the journey was delayed, യാത്ര കുറച്ച് ഡിലേ ആയെങ്കിലും ലേറ്റ് ആയെങ്കിലും it became a memorable adventure. പക്ഷെ അതൊരു മെമ്മറബിൾ, ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ഒരു അഡ്വഞ്ചർ ട്രിപ്പായിട്ട് നമുക്ക് മാറിയിട്ടുണ്ടായിരുന്നു. 8th question, the doctor says he will send Granny's glass to the museum. മൂപ്പര് കണ്ണട എടുത്ത് പറഞ്ഞു, ഗ്രാനിന്റെ ഈ കണ്ണട നമുക്ക് മ്യൂസിയത്തിൽ കൊണ്ടുവെക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, എന്താണ് മൂപ്പർ അതുകൊണ്ട് ഉദ്ദേശിച്ചത് നോക്കിയോ? he does not really mean he will send them to museum. ശരിക്കും മ്യൂസിയത്തിൽ കൊണ്ടുവന്നാണ് ഉദ്ദേശിച്ചത്? അല്ല.
ഇറ്റ്സ് എ ജോക്ക്, അതൊരു കോമഡി ആയിരുന്നു. ഓക്കെ, ഹി മീൻസ് ദാറ്റ് ദ ഗ്ലാസസ് ആർ സോ ഓൾഡ്, ഗ്ലാസ് ഒക്കെ പഴയതായിട്ടുണ്ട്. ദാറ്റ് ദേ ബിലോങ് ഇൻ എ മ്യൂസിയം, അത് ശരിക്കും മ്യൂസിയത്തിൽ വെക്കാൻ മാത്രം അത്രയും പുരാതന കാലത്തുള്ളതാണ് എന്നാണ് ഉദ്ദേശം. നോട്ട് ഇൻ സംവൺസ് ഫേസ്, ഒരാളുടെ മുഖത്ത് വെക്കാൻ പറ്റിയതല്ല, മ്യൂസിയത്തിൽ എങ്ങാനും കൊണ്ടുവെക്കേണ്ടതാണ് എന്നാണ് ഉദ്ദേശം. ഓക്കെ, വാട്ട് വാസ് ഗ്രാനീസ് റിയാക്ഷൻ വെൻ ഷീ സോ മണി ക്ലിയർലി? അവസാനം കണ്ണൊക്കെ റെഡി ആയിട്ട് കണ്ണട അങ്ങോട്ട് വെച്ചപ്പോ ഗ്രാനി ആദ്യമായിട്ട് കുറെ കാലത്തിന് ശേഷം അല്ലെങ്കിൽ മണീനെ കറക്റ്റ് വിഷ്വൽ കിട്ടി. മണി ഇത്ര സുന്ദരനായിരുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി. അപ്പൊ എന്തായിരുന്നു റിയാക്ഷൻ നോക്കിക്കോ. ഗ്രാനി വാസ് ഓവർജോയ്ഡ്, അത്രക്കും അധികം സന്തോഷിച്ചു. ആൻഡ് ക്ലാപ്ഡ് ഹെർ ഹാൻഡ്സ് വിത്ത് ഹാപ്പി, സന്തോഷം കൊണ്ട് കൈയടിച്ചു പോയി. ഷീ പ്രൈസ് മണിനെ പൊക്കി പറഞ്ഞു. സെയിങ് ഹൗ നൈസ് ഹി ലുക്ക്ഡ്, എന്ത് ഭംഗിയാണ് ചെക്കൻ. ബട്ട് ഓൾസോ ടീസ്ഡ് ഹിം അബൌട്ട് നീഡിങ് എ ഹെയർ കട്ട്. പക്ഷേ മുടി മുറിക്കണം, മുടി കട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. കുളിക്കണം എന്ന് പറഞ്ഞു. ബട്ടൺ ഓൺ ഹിസ് ഷർട്ട് മേലുള്ള ബട്ടണൊക്കെ വിട്ടിരുന്നു, അതൊക്കെ തുന്നി പിടിക്കണം, കണ്ണ് കാഴ്ച വന്നതാണ്. ആൻഡ് ന്യൂ ഷൂസ് വാങ്ങണം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ മക്കളെ, ഇതുപോലത്തെ ധാരാളം പിന്നെ ഓരോ ചാപ്റ്ററിനെയും പിന്നെ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ലൈവ് സെഷൻ, ഡെയിലി ലൈവ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ യോദ്ധ ബാച്ച് ഓൾറെഡി സെറ്റാണ്. യോദ്ധ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇവിടെ സ്ക്രോൾ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യോദ്ധ ബാച്ചിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ്. നമുക്ക് അടിപൊളിയായിട്ട് ഇനിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ സെറ്റാക്കണം, പവറാക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. സെറ്റാണെങ്കിൽ, മനസ്സിലായി സെറ്റാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറന്നു. എങ്ങനെ ഉണ്ടായിരുന്നടാ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് കമന്റ് ചെയ്യാം. ലെറ്റ്സ് ലേൺ മോർ വിത്ത് ജെഡി. താങ്ക് യു, ലവ് യു ഓൾ, ബൈ ബൈ.